ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ബാസ്മതി റൈസ് കുക്ക് ചെയ്തിട്ട് ഒരു 75% ടു 80 കുക്ക് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചത്. കട്ട് വെജിറ്റബിൾസ്, ഗാർലിക്, മല്ലിയില, പെപ്പർ, സോൾട്ട്, ലെമൺ, ഓണിയൻ, എഗ്ഗ് ഓംലെറ്റ് പൊരിച്ചിട്ട് കട്ട് ചെയ്തത്, ചിക്കൻ ഷ്രെഡ് ചെയ്തത്, വെജിറ്റബിൾസ്, ക്യാപ്സിക്കം, ചില്ലി, ജിഞ്ചർ ഇഫ് നീഡഡ്. പാനിൽ ബട്ടറും ഓയിലും കൂടെ മെൽറ്റ് ചെയ്തത് ചൂടായി വരുമ്പോൾ ഗാർലിക് ഇട്ടിട്ട് ഇത് സോട്ട് ചെയ്യും. ബട്ടർ ചൂടാകുമ്പോൾ ഗാർലിക്ക് അതിനോട്ടിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഗാർലിക്കിൻ്റെ സ്മെല്ലും കളറ് ചെറുതായി മാറി വരുമ്പോൾ അര സ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കുക. നല്ല മണം വരാൻ തുടങ്ങി. നമ്മൾ ഓണിയൻ ഇട്ടു. സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അതിടാം. അപ്പോൾ ഒരേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഓണിയനും ക്യാരറ്റും ബീൻസും ക്യാബേജും എല്ലാം എടുക്കാം. ഓണിയൻ ഏകദേശം ട്രാൻസ്പാരൻ്റ് ആകുമ്പോൾ നമുക്ക് ഓരോ വെജിറ്റബിൾസായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ചിക്കനിൽ നമ്മൾ സോയ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോൾട്ടും പെപ്പറും ഇട്ടിട്ട് വേവിച്ച് മാറ്റി വെച്ചതാണ്. ഏകദേശം ഉള്ളിയായപ്പോൾ കുക്ക് ചെയ്യാൻ പാടുള്ള കുറച്ച് വെജിറ്റബിൾ ക്യാരറ്റാണ് അതിട്ടിട്ട് നമ്മൾ കുക്കാവുന്നതിലൂടെ ഇളക്കി കൊടുക്കാം. ക്യാരറ്റിലേക്ക് ആവശ്യമുള്ള സോൾട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ഒരു ഹാഫ് കുക്ക്ഡ് ആയി വരുമ്പോൾ നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് ഏകദേശം കുക്കായി വന്നപ്പോൾ നമ്മൾ ക്യാബേജും ക്യാപ്സിക്കം, പച്ചമുളകും എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും ആഡ് ചെയ്ത് തരും. വെജിറ്റബിൾസൊക്കെ ഏകദേശം കുക്കായി വരുമ്പോൾ നമുക്ക് എഗ്ഗും ചിക്കനും വേവിച്ച് കട്ട് ചെയ്ത് വെച്ചത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ ഇട്ട് കൊടുക്കാം. ഞങ്ങളൊരു സ്പൂണ് പെപ്പർ ഇടുന്നുണ്ട്. ഏതിഷ്ടമുള്ളവർക്ക് കുറച്ചധികം ആഡ് ചെയ്യാം. പെപ്പറിൻ്റെയും ബട്ടറിൻ്റെയും നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഞങ്ങൾ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കും. 2 ചെറിയ ക്യൂബ്സാണ് ഞങ്ങൾ ആഡ് ചെയ്തത്. വെജിറ്റബിൾസൊക്കെ ഒന്ന് ഒതുങ്ങി അല്ലേ? ഇട്ടപ്പുള്ള അത്രയും വോള്യൂമില്ല. അപ്പോൾ നമുക്ക് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ എഗ്ഗും ചിക്കനും ഇടാം. മല്ലിയില, സെലറി കിട്ടുമെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും ഫ്രൈഡ് റൈസ് ആഡ് ചെയ്താൽ. നമ്മൾ എഗ്ഗ് റെഡിയാക്കി വെച്ചത്, ചിക്കൻ ഷ്രെഡ് ചെയ്ത് വെച്ചത്, സോയ സോസ്, കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം.
ആ പാത്രം കൺജസ്റ്റഡ് ആയപ്പോൾ ഞാൻ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഹാഫ് സ്പൂൺ വിനീഗറും ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ റൈസ് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. ബട്ടർ ലാസ്റ്റ് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമുക്ക് മൂടി വെക്കാം. ഇത് വെറുതെ കഴിക്കാനും രസമാണ്. അതല്ല ബട്ടർ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ്. എൻജോയ്.